Good morning, students. Today we are going to continue our discussion on capital gain exempt from tax. So we already discussed two capital gain exempt from taxes, that are sale of residential house and investment in another residential house and sale of agricultural land. Then we are going to discuss next capital gain exempt from tax, that is compulsory acquisition of land and building on industrial undertakings. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് അടുത്ത ഐറ്റത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. എന്താണ് കമ്പൽസറി അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഇവിടെ നമ്മൾ ഇതിന്റെ കേസിൽ എങ്ങനെയാണ് എക്സംഷൻ വരുന്നത് നമുക്ക് നോക്കാം. ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗിന്റെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഗവൺമെന്റ് കമ്പൽസറി ആയിട്ട് അക്വയർ ചെയ്യുകയാണ് എങ്കിൽ അവിടെ നമുക്ക് എക്സംഷൻ കിട്ടും. ആ എക്സംഷൻ കിട്ടുന്ന ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ അക്വയർ ചെയ്യുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അക്വയർ ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപുള്ള 2 ഇയേഴ്സിൽ എന്താണ് അത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ദെൻ എന്താണ് അത് അക്വയർ ചെയ്തതിന് ശേഷം കിട്ടുന്ന കോമ്പൻസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് പുതിയൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുകയോ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുകയോ വേണം വിതിൻ 3 ഇയേഴ്സിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സംഷൻ ക്ലെയിം ചെയ്യാം. അതായത് അക്വയർ ചെയ്യുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്വയർ ചെയ്യുന്ന തൊട്ട് മുൻപുള്ള 2 വർഷങ്ങളിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അക്വയർ ചെയ്തതിന് ശേഷം വിത്തിൻ 3 ഇയേഴ്സിന്റെ ഉള്ളിൽ പുതിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുകയോ കൺസ്ട്രക്ട് ചെയ്യുകയോ വേണം. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് ഇത് നമ്മൾ വിത്തിൻ 3 ഇയേഴ്സിന്റെ ഉള്ളിൽ പിന്നെയും സെയിൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള എക്സംഷൻ നമുക്ക് നഷ്ടമാകും. ആ എക്സംഷൻ എമൗണ്ട് ടാക്സബിൾ ആയിട്ട് വരും. അതായത് നമ്മൾ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്താണ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് എന്താണ് ഒരു 3 ഇയേഴ്സ് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെക്കണം. അതിനുള്ളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സംഷൻ നമുക്ക് നഷ്ടമായി പോകും. ഓക്കെ, എത്രയാണ് ഈ കേസിൽ പറയാനുള്ളത്? നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ABC Limited has an industrial undertaking in Palakkad. A building was constructed in 2012 for and used for the purpose of industrial undertaking since construction. 2011 അവരൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. അത് അവർ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 10th August 2019 12 lakh ആണ്. Then the return on value of building The return on value of the building 1st April 2019 was 5,75,000. And return on value 5,75,000 ആണ്. അത് ഗവൺമെന്റ് അക്വയർ ചെയ്തത് 12 ലാഖിനാണ്. സോറി, ഗവൺമെന്റ് അക്വയർ ചെയ്യുന്നത് 12 ലാഖിനാണ്. അതിന്റെ റിട്ടേൺ ഓൺ വാല്യൂ എന്ന് പറയുന്നത് 5,75,000 ആണ്. നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റനിൽ പറയുന്നുണ്ട് അവരെന്താണ് വേറൊരു ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ട് 6 lakh rupeesന്. അക്വയർ ചെയ്തതിനു ശേഷം 6 lakh rupeesന് വേറൊരു ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ തരുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. കാരണം റിട്ടേൺ ഡൗൺ വാല്യൂ നമ്മൾ പ്രീവിയസ് ഇയറിലേക്ക് തരിക. അങ്ങനെ റിട്ടേൺ ഡൗൺ വാല്യൂ പറഞ്ഞാൽ ഓരോ ഇയറും എന്താണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. എന്താണ് ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ബിൽഡിങ്ങിന്റെ എമൗണ്ട് നമുക്ക് എക്സംഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അത് ടാക്സബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ചെയ്യുക എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കോമ്പൻസേഷൻ എടുത്ത് എഴുതാം. കോമ്പൻസേഷൻ റിസീവ്ഡ് ഫ്രം ദ ഗവൺമെന്റ്. കോമ്പൻസേഷൻ റിസീവ്ഡ് ഫ്രം ദ ഗവൺമെന്റ്. റിസീവ്ഡ് ഫ്രം ദ ഗവൺമെന്റ്. ഗവൺമെന്റ് അടുത്തുനിന്ന് എത്രയാണ് നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയത് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 12 lakh. 12 lakh ആണ് ഗവൺമെന്റ് അടുത്തുനിന്ന് കോമ്പൻസേഷൻ കിട്ടുന്നത്. ഓക്കെ, ലെസ് റിട്ടേൺ ഡൗൺ വാല്യൂ. പ്രീവിയസ് ഇയറിൽ റിട്ടേൺ ഡൗൺ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ് 5,75,000. 5,75,000 ലെസ് ചെയ്യാ 6,25,000 കിട്ടും. അതിന് നേരെ എഴുതുക ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇത് നമ്മൾ എക്സംഷനിലേക്ക് പോവുക. ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54D. 54D പ്രകാരമുള്ള എക്സംഷൻ എന്താണ് പുതിയതായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഹൗസിന്റെ കോസ്റ്റ് അല്ലെ. കോസ്റ്റ് ഓഫ് അനദർ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ്. കോസ്റ്റ് ഓഫ് അനദർ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ്. അനദർ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ്. പുതുതായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എത്ര ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണ് 6 lakh.
6 lakh. So let's say balance 25,000 വരും. അതിന് നേരെ എഴുതാ taxable capital gain. Taxable capital gain. Taxable capital gain. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കോമ്പൻസേഷൻ കിട്ടിയ എമൗണ്ടിൽ നിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ കുറച്ചു. അപ്പൊ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് അവരത് എന്തിനാണ് പുതിയൊരു ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എമൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സംഷൻ കിട്ടും. ഇവിടെ അവർ പുതിയ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്, അതിന് 6 lakh rupees കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ആ എമൗണ്ട് എക്സംപ്റ്റഡ് എമൗണ്ട് ലെസ് ചെയ്യും. ബാലൻസ് വരുന്ന 25,000 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ? Then we move on to the next capital gain exempt from tax, that is capital gain arising from transfer of long-term capital asset and invested in long-term specified assets. Capital gain arising from transfer of long-term capital asset. ഏതെങ്കിലും ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, അതിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. എന്താണ്? ഇൻവെസ്റ്റിംഗ് ഇൻ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്. ആ എമൗണ്ട് എന്ത് ചെയ്യാണ്? ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എക്സംഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ലോങ് ടേം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെയിൽ ചെയ്തിട്ടുണ്ട്, അതിനൊരു ഗെയിൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്. അപ്പൊ ഏതൊക്കെയാണ് ഈ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്? അല്ലെ, ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് എക്സംഷൻ കിട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ് എന്ന് പറയും നോക്കാം. അതിൽ പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഓർ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓർ RECL, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓർ എനി അതർ ബോണ്ട് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ സ്പെസിഫൈഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഓർ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓർ എനി അതർ ബോണ്ട് നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന വേറെ ഏതെങ്കിലും ബോണ്ട്. ഇതാണ് എന്ത്? സ്പെസിഫൈഡ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ബോണ്ട് റെഡീമബിൾ ആഫ്റ്റർ 5 years. 5 yearsന് ശേഷം റെഡീം ചെയ്യുന്ന ബോണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോണ്ട് ആയിരിക്കണം. ഓക്കെ, ഇഷ്യൂ ചെയ്യുന്നത് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു ലോങ് ടൈം അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, അതിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ആ കിട്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ എന്താണ്? ബോണ്ട് റെഡീമബിൾ ആഫ്റ്റർ 5 years. 5 yearsന് ശേഷം റെഡീം ചെയ്യുന്ന ബോണ്ട് ഇഷ്യൂഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഓർ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓർ എനി അതർ ബോണ്ട് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ എമൗണ്ട് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. പക്ഷേ നമ്മൾ ആ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്ത് വിത്തിൻ 6 monthsനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണം. അതായത് ബോണ്ട് ഇഷ്യൂഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓർ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ നോട്ടിഫൈഡ് ബോണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ വിത്തിൻ 6 monthsനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണം. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്ത് വിത്തിൻ 6 monthsനുള്ളിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണം. ദെൻ നമുക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 50 lakh ആണ്. അതായത് ബോണ്ട് ഇഷ്യൂഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഓർ എനി അതർ ബോണ്ട്, ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് തരുന്നതാണ് 50 lakh ആണ്. 50 lakh വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും എക്സംഷൻ കിട്ടും. അതിന് മുകളിലേക്കാണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്താണ്? ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബോർഡ് അല്ലെങ്കിൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ബോർഡിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വിത്തിൻ 5 yearsന്റെ ഉള്ളിൽ നമ്മൾ എന്താണ്? ആ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്, സെയിൽ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ആ ബെനിഫിറ്റ് എന്താണ്? അല്ലെങ്കിൽ ആ എക്സംഷൻ നമുക്ക് നഷ്ടമായി പോകും. ഓക്കെ, ഇപ്പൊ എത്രയാണ് ഈ കേസിൽ പറയുന്നത്? ഞാൻ ഒന്നും കൂടെ പറയാം. ക്യാപിറ്റൽ ഗെയിൻ അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്. ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ട് എന്താണ്? സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് സ്പെസിഫൈഡ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? ബോണ്ട് റെഡീമബിൾ ആഫ്റ്റർ 5 years ഇഷ്യൂഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓർ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഓർ എനി അതർ ബോണ്ട് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കണം. വിത്തിൻ 6 monthsനുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും വേണം. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്തതിനു ശേഷം വിത്തിൻ 6 monthsനുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും വേണം. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ വേറെ ബോണ്ട്, ആ ബോണ്ട് എന്താണ്? 5 years നമ്മൾ എന്താണ്? കയ്യിൽ ഹെൽഡ് ചെയ്ത് വെക്കുകയും വേണം. വിത്തിൻ 5 yearsനുള്ളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ് നഷ്ടമായി പോവുകയും ചെയ്യും. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. Mr. Akbar gives you the following details regarding the sale of residential house. He purchased it in 2003 for 9 lakh, sold in October 2019 60 lakh.
2003-2004 9 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഹൗസാ പറയുന്നത്. അത് സെയിൽ ചെയ്യുന്നത് 60 ലാഖിനാണ് ഒക്ടോബർ 2019. Then purchased another residential house in November 2019 for 15 lakh. അപ്പൊ സെക്ഷൻ 54 പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. റെസിഡൻഷ്യൽ ഹൗസ് സോൾഡ് ചെയ്തിട്ട് വേറെ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങി, വിച്ച് മീൻസ് എന്താണ്, അവിടെ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള റെസിഡൻഷ്യൽ ഹൗസ് എന്താണ് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം, എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. Then പറയുന്നത് ഇൻവെസ്റ്റഡ് ഇൻ ബോണ്ട് ഇഷ്യൂഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 10 lakh. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നമ്മൾ 10 ലാഖിന്റെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. അതും എന്താണ് എക്സംഷൻ ആണ്, നമുക്ക് അത് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള എക്സംഷൻ. ഓക്കെ. Then പറഞ്ഞു കമ്പ്യൂട്ട് ഹിസ് ടാക്സബിൾ ഗെയിൻ ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21. 2020-21 ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ രണ്ട് എക്സംഷൻ ആണ് അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സെക്ഷൻ 54 പ്രകാരമുള്ള സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അനദർ റെസിഡൻഷ്യൽ ഹൗസ്, ആ എക്സംഷൻ കിട്ടും. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. കമ്പ്യൂട്ടേഷൻ ഓഫ് taxable capital gain. Computation of taxable capital gain. Okay. And the sale of residential house. Sale of residential house. Sale of residential house. എത്ര രൂപയ്ക്കാണ് സെയിൽ ചെയ്തത്? 60 lakh. 60 ലക്ഷത്തിലാണ് സെയിൽ ചെയ്തത്. ഓക്കെ. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്, ഇൻഡെക്സ് ചെയ്യണം. ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 9 ലാഖിനാണ്, സോറി 9 ലാഖിനാണ് വാങ്ങിയത്. 9 lakh into 289 divided by വാങ്ങിയ നോക്കാം. എന്നാ വാങ്ങിയത്? 2003-04 വാങ്ങിയ. 2003 ഇൻഡെക്സ് 109 ഇൻഡെക്സ് ചെയ്യുക. അപ്പോ 23,86,000 23,86,239 23,86,239 ലെസ് ചെയ്യുക. ലെസ് ചെയ്യുന്ന സമയത്ത് 36,13,761 അതെന്താ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, LTCG. ഓക്കെ, നമ്മൾ എക്സംഷനിലേക്ക് പോവാം. സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അനദർ റെസിഡൻഷ്യൽ ഹൗസ്, സെക്ഷൻ 54. പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 54. പർച്ചേസ് ഓഫ് റെസിഡൻഷ്യൽ ഹൗസ്. പർച്ചേസ് ഓഫ് റെസിഡൻഷ്യൽ ഹൗസ്. പർച്ചേസ് ഓഫ് റെസിഡൻഷ്യൽ ഹൗസ്. എത്ര രൂപയ്ക്കാണ് റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയത് പുതുതായിട്ട്? 15 lakh. 15 lakh. ലെസ് ചെയ്യാ. 21,13,761. 21,13,761. Then less exemption under section നാഷണൽ ഹൈവേ അതോറിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ എത്ര വരുന്നത്? 54EC. 54EC പ്രകാരമുള്ള എക്സംഷൻ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ബോണ്ട് ഇഷ്യൂഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. എത്രയാണ്? 10 lakh. 10 lakh. Let's see. 11,13,761. വേറെ എന്തെങ്കിലും എക്സംഷൻ പറയുന്നുണ്ടോ? ഇല്ല. ഈ രണ്ട് എക്സംഷനെ ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ. ആ രണ്ട് എക്സംഷൻസ് കുറച്ചു, ബാക്കിയുള്ളത് 11,13,761. അതിന് നേരെ എഴുതാ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. 11,13,761.
ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സിലെ ടെക്സ്റ്റ് ഐറ്റം പറയാണ്. ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ട്. യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, അത് നമ്മൾ എന്താണ് യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. എങ്ങനെ അതിന്റെ കണ്ടീഷൻസ് പറയുന്നത് വെച്ചാല് വിത്തിൻ 6 മന്ത്സിനുള്ളിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണം. അതായത് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയതിന് ശേഷം വിത്തിൻ 6 മന്ത്സിന്റെ ഉള്ളിൽ നമ്മൾ യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. എന്നാൽ നമുക്ക് ആ എമൗണ്ട് എക്സംഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ബട്ട് മാക്സിമം ഓഫ് റുപ്പീസ് 50 lakh, 50 ലക്ഷം വരെ നമുക്ക് ഇതിൽ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. 50 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഈ എക്സംഷൻ കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിനു ശേഷം ഈ യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യരുത്, വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനോ സെയിൽ ചെയ്യാനോ പാടില്ല. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള ഈ എക്സംഷൻ നഷ്ടമായി പോകും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ട്സ് ആണ് എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, ആ ക്യാപിറ്റൽ ഗെയിൻ വിത്തിൻ 6 മന്ത്സിന്റെ ഉള്ളിൽ യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. ബട്ട് മാക്സിമം ഓഫ് റുപ്പീസ് 15 lakh, 50 ലക്ഷം വരെ മാത്രമേ ആ എക്സംഷൻ കിട്ടുള്ളൂ. 50 ലക്ഷത്തിന് കൂടുതലാണെങ്കിൽ കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള യൂണിറ്റ്സ് ഓഫ് നോട്ടിഫൈഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ നമ്മൾ സെയിൽ ചെയ്യാനും പാടില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ വൺ റെസിഡൻഷ്യൽ ഹൗസ്. ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ വൺ റെസിഡൻഷ്യൽ ഹൗസ്. ഇവിടെ പറയുന്നത് നമുക്കൊരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വൺ റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. അതായത് എന്റെ കയ്യിലുള്ള ഏതോ ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ഞാൻ സെയിൽ ചെയ്തു, എന്നിട്ട് ഞാനൊരു റെസിഡൻഷ്യൽ ഹൗസ് താമസിക്കുന്നതിന് വേണ്ടി ഞാനൊരു വീട് വാങ്ങുകയാണെങ്കിൽ എനിക്ക് എക്സംഷൻ കിട്ടും. കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ദ അസസി ഡസ് നോട്ട് ഓൺ മോർ ദാൻ വൺ ഹൗസ്. ആ സമയത്ത് അസസി ഒരിക്കലും ഒന്നിലധികം ഹൗസ് ഓൺ ചെയ്യാൻ പാടില്ല. ഞാൻ എന്താ ഒന്നിലധികം ഹൗസ് ഓൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് റിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, അപ്പൊ ഒന്നിലധികം ഹൗസ് ഓൺ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നതിന്റെ 1 ഇയർ മുമ്പോ അല്ലെങ്കിൽ 2 ഇയറിന് ശേഷമോ, 1 ഇയറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ 2 ഇയേഴ്സിന് ശേഷമോ എന്താണ് ഉള്ളിലോ നമ്മൾ എന്ത് ചെയ്യണം, വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ 1 ഇയർ ബിഫോർ നമ്മൾ എന്ത് ചെയ്യണം, ഈ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ വൺ റെസിഡൻഷ്യൽ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാൽ നമ്മൾ റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സംഷൻ കിട്ടും. പക്ഷെ എന്താണ്, ആ സമയത്ത് നമ്മൾ മോർ ദാൻ വൺ റെസിഡൻഷ്യൽ ഹൗസ് ഓൺ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ 1 ഇയർ ബിഫോർ അല്ലെങ്കിൽ വിത്തിൻ 2 ഇയേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങിയിരിക്കണം. ഇനി കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു എക്സംഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എക്സംഷൻ ക്ലെയിം ചെയ്യുന്നത് സമയത്ത് 2 പോയിന്റ്സ് പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സംഷന്റെ എമൗണ്ട് എത്രയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നു നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ ഓഫ് ഒറിജിനൽ അസറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ന്യൂ ഹൗസ്, കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്. കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് എന്താ പറയുന്നത്, നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ ഓഫ് ഒറിജിനൽ അസറ്റ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാറ്, 10 ലക്ഷം രൂപയാണ് എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത് അല്ലെ. ഈ ക്യാപിറ്റൽ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ ഓക്കെ, 10 ലക്ഷം രൂപയാണ് എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത്. കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്, ആ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വാങ്ങുന്ന ന്യൂ ഹൗസ് എന്ന് പറയുന്നത് 12 lakh ആണ്. സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് പറയാണ് 12 lakh ആണ്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് മൊത്തം എമൗണ്ടും എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. ഫുൾ എമൗണ്ട് എക്സംപ്റ്റ് ആയിരിക്കും. അതായത് സെയിൽസ് കൺസിഡറേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് ആണ് എങ്കിൽ എനിക്ക് ആ മൊത്തം എമൗണ്ടും എക്സംപ്റ്റഡ് ആയിട്ട് എടുക്കാം. അതായത് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ട് 10 ലക്ഷമാണ്. ആ 10 ലക്ഷം നമുക്ക് എന്ത് ചെയ്യാം, എക്സംപ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ടാക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ ഓഫ് ഒറിജിനൽ അസറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്, നമ്മൾ പുതുതായി വാങ്ങുന്ന ഹൗസിനെക്കാട്ടിലും വില കുറവാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പുതുതായി വാങ്ങിയ ഹൗസിനെക്കാട്ടിലും കുറവാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ എങ്കിൽ നമുക്ക് മൊത്തം എമൗണ്ട് എക്സംപ്റ്റഡ് ആയിട്ട് ക്ലെയിം ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നോക്കൂ, കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് 12 lakh ആണ്, നെറ്റ് കൺസിഡറേഷൻ 10 lakh ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം എമൗണ്ട് 10 lakh മൊത്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സംപ്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, അത് ഫസ്റ്റ് കേസ്. ദെൻ സെക്കൻഡ് കേസ്, ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ അടുത്ത കേസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ. ഇവിടെ എന്താണ്, നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്. നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്. ഗ്രേറ്റർ ദാൻ ആണ് എങ്കിൽ നേരെ തിരിച്ച് ചിന്തിക്കാം. ഇവിടെ 12 lakhും നേരെ തിരിച്ച് നോക്കാം. നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ 12 lakh, നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ 12 lakh എന്ന് വിചാരിക്കുക. കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് 10 lakh എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ എന്താണ്, 12 ലക്ഷം രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ട്, പുതിയ ഹൗസിന് 10 ലക്ഷം ആയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കേസിലാണ് എങ്കിൽ നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് കാണുന്നത് ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്.
നമ്മൾ ആദ്യം പറഞ്ഞ കേസിലാണെങ്കിൽ ഫുൾ എക്സംപ്റ്റഡ് ആണ്, ലെസ് ദാൻ ആണെങ്കിൽ. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ എക്സംപ്റ്റഡ് എമൗണ്ട് കാണുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു എത്രയാണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയത് അതേ ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ന്യൂ ഹൗസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ. ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ന്യൂ ഹൗസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള പോർഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ വൺ റെസിഡൻഷ്യൽ ഹൗസ് ആണ് എങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ആ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ച് ഞാൻ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങി, ഞാൻ മോർ ദാൻ വൺ റെസിഡൻഷ്യൽ ഹൗസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് എക്സംപ്ഷൻ കിട്ടും. പക്ഷെ എന്താ പറയുന്നത്, 1 year ബിഫോർ ഓർ വിത്തിൻ 2 yearsനുള്ളിൽ പുതിയ ഹൗസ് വാങ്ങിയിരിക്കണം. ഇത് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 3 yearsനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സംപ്ഷൻ കിട്ടും. എക്സംപ്ഷൻ കിട്ടുന്ന എമൗണ്ടിന്റെ കാര്യത്തിലേക്ക് നമ്മൾ രണ്ട് കേസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ ഓഫ് ഒറിജിനൽ അസറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്. ന്യൂ ഹൗസിനെക്കാട്ടിലെ കോസ്റ്റിനെക്കാട്ടിലും ചെറുതാണ് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ എങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. അങ്ങനെ പറഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആയിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, ദെൻ നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ്. ന്യൂ ഹൗസിന്റെ കോസ്റ്റിനെക്കാട്ടിലും കുറവാണ് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ എങ്കിൽ നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് എക്സംപ്റ്റഡ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. എക്സംപ്റ്റഡ് എമൗണ്ട് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ന്യൂ ഹൗസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ. ഓക്കെ, നമുക്ക് ഈ എക്സംപ്ഷൻ നഷ്ടപ്പെട്ടു പോകുന്നു നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് എക്സംപ്ഷൻ കിട്ടുന്നത് പറഞ്ഞു. ഇനി നമുക്ക് ഈ എക്സംപ്ഷൻ നമുക്ക് ക്ലെയിം ചെയ്ത് നഷ്ടമായി പോകും. എങ്ങനെ? നമ്മൾ വിത്തിൻ 3 yearsന്റെ ഉള്ളിൽ ഇന്ത്യക്ക് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഔട്ട്സൈഡോ ഇൻസൈഡോ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ റെസിഡൻഷ്യൽ ഹൗസ് കൂടെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ എക്സംപ്ഷൻ നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ എക്സംപ്ഷൻ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, നമ്മൾ ഓൾറെഡി നമുക്ക് അലൗഡ് ആയിട്ടുള്ള എക്സംപ്ഷൻ എന്തായിരിക്കും നഷ്ടപ്പെട്ടു പോകും, അപ്പോൾ ടാക്സബിൾ ആയിട്ട് വരും. അതായത് നമ്മളൊരു റെസിഡൻഷ്യൽ ഹൗസിന്റെ എക്സംപ്ഷൻ ക്ലെയിം ചെയ്തതിന് ശേഷം നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയാണെങ്കിൽ 2 yearsനുള്ളിൽ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ 3 yearsനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സംപ്ഷൻ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. മിസ്റ്റർ മുരളി സെൽസ് ജ്വല്ലറി ഇൻ January 2019 for ₹18 lakh. The cost of jewelry in 2011 was ₹4,75,000. He purchased a house property in July 2020 for 15 lakh. Compute his taxable gain for assessment year 2020-21. എന്താ പറയുന്നത്, 2011 4,75,000 വാങ്ങിയിട്ടുള്ള ഒരു ജ്വല്ലറി 2019 18 lakhന് സെയിൽ ചെയ്തു. വളരെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് ഹി പർച്ചേസ്ഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഇൻ ജൂലൈ 2020. ജൂലൈ 2020 50 ലാഖിന് ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 54 പ്രകാരം ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ വൺ റെസിഡൻഷ്യൽ ഹൗസിലെ ആ എക്സംപ്ഷൻ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാം. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? 15 lakh ആണ്. അപ്പൊ എക്സംപ്ഷൻ എമൗണ്ട് കാണുന്ന സമയത്ത് നമ്മൾ നോക്കണം എന്താണ്, സെയിൽസ് കൺസിഡറേഷനും പുതിയ ഹൗസും തമ്മിലുള്ള റിലേഷൻ നോക്കണം. ഇവിടെ സെയിൽസ് കൺസിഡറേഷൻ 18 lakhും സെയിൽസ് കൺസിഡറേഷൻ 18 lakhും സെയിൽസ് കൺസിഡറേഷൻ 18 lakhും നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ 18 lakhും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസ് 15 lakhും ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസിനെക്കാട്ടിലും കൂടുതലാണ് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ എങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, എക്സംപ്റ്റഡ് എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. ഇത് നേരെ തിരിച്ചായിരുന്നു എങ്കിൽ എന്താണ്, ഫുൾ എമൗണ്ട് എക്സംപ്റ്റഡ് ആയിരുന്നു. ബട്ട് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ കോസ്റ്റ് ഓഫ് ന്യൂ ഹൗസിനെക്കാട്ടിലും കൂടുതലായതുകൊണ്ട് നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് എക്സംപ്റ്റഡ് എമൗണ്ട് കാണണം. നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, എക്സംപ്റ്റഡ് എമൗണ്ട് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഗെയിൻ ഇൻടു എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ന്യൂ ഹൗസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. Computation of taxable capital gain. Computation of taxable capital gain. Taxable capital gain. Computation of taxable capital gain. Okay. Parindiya sales proceeds from jewelry. Sales proceeds from jewelry. എത്ര രൂപയ്ക്കാണ് ജ്വല്ലറി വിറ്റത്? സെയിൽസ് പ്രൊസീഡ്സ് ഫ്രം ജ്വല്ലറി എത്ര രൂപയ്ക്കാണ് വിറ്റത്? ജ്വല്ലറി 18 lakh അല്ലേ? 18 lakh ലെസ് indexed cost of acquisition. Indexed cost of acquisition
ലെസ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. എത്രയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരുന്നത്? എന്നാണ് വാങ്ങിയത് നോക്കുക, എത്ര രൂപയ്ക്കാണെന്ന് നോക്കുക. വാങ്ങിയത് 4,75,000 4,75,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ വാങ്ങിയ വർഷം നോക്കുക. ജാനുവരി ആണല്ല, 2011 വാങ്ങിയത്. 2011 വാങ്ങിയത്, മാസം പറയുന്നില്ല അല്ലെ. അപ്പൊ നമ്മള് 2011 വാങ്ങിയത് പറയുന്നുണ്ട്, മന്ത് പറയുന്നില്ല. അപ്പൊ നമുക്ക് അതിന് 11-12 ഇൻഡെക്സ് എടുക്കാം. 11-12 ഇൻഡെക്സ് എന്ന് പറയുന്നത് 184. 4,75,000 into 289 divided by 184. That's equal to 7,46,060. 7,46,060. Okay, let's ചെയ്യാം. Let's ചെയ്യുന്ന സമയത്ത് 10,53,000 10,53,940 long-term capital gain. Long-term capital gain. Long-term capital gain. 10,53,940 long-term capital gain. Okay. നമ്മൾ എന്ത് ചെയ്യണം? Less exemption under section 54F. 54F. Exempted amount കാണാനുള്ള ഇക്വേഷൻ എന്താ? Exempted amount is equal to എന്തായാലും ഇക്വേഷൻ capital gain into amount invested in new house divided by amount invested in new house divided by net sales consideration. Okay, ഇപ്പൊ എത്ര വരും നോക്കാം. Capital gain 10,53,940 അവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. into 15 lakh divided by net consideration എത്ര നോക്കുക? 18 lakh. അടുത്ത ഔട്ടറിലേക്ക് എഴുതാം. അപ്പൊ നമുക്ക് 8,78,283. 8,78,283. ലെസ് ചെയ്യുക, ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. 8,78,283 ആണ് കിട്ടുക. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും 1,75,657. അതിന്റെ നേരെ ഏതാ? ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. 1,75,657. ഈ സെഷൻ എല്ലാവർക്കും മനസ്സിലാകാൻ വിചാരിക്കുന്നു. ഇതിന്റെ കൂടെ കുറച്ച് ഹോംവർക്സ് വന്നിട്ടുണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. That's all today. Thank you.